मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? യെസ്, ഇനി നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ. റെഡി അല്ലേ? യെസ്, ഒരുപാട് പരീക്ഷ നമുക്ക് എന്ത് ചെയ്തു ഇങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രധാനപ്പെട്ട ഹിന്ദി പരീക്ഷയിലേക്കൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. റെഡി അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് പരീക്ഷയിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് മാഷ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? യെസ് അച്ഛാ ബച്ചോ ദേക്കിയേ. യെസ്, പത്ര അല്ലേ, ഒരു ലെറ്റർ ചോദിച്ചാൽ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം എന്നുള്ളതാണ് മാഷ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ. പത്ര അല്ലേ, ലെറ്റർ. അപ്പോൾ ഒരു ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം ആദ്യം മനോഹരമായിട്ടുള്ള ഒരു കള്ളി വേണം അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയില് പെൻസിലൊക്കെ നിങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും കൊണ്ടുപോകുന്ന മക്കളാണ്. അത് നമ്മുടെ ഹിന്ദി പരീക്ഷയ്ക്കും എല്ലാ പരീക്ഷയ്ക്കും കൊണ്ടുപോകണം എന്നുള്ളതാണ് മാഷിന് ആദ്യമായിട്ട് പറയാനുള്ളത്. റെഡി അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മനോഹരമായിട്ടുള്ള ആ ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ആക്കുന്നു. റെഡി അല്ലേ? യെസ്. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ഥലവും അതേപോലെ ഡേറ്റും നിർബന്ധമായിട്ടും ഒരു ലെറ്റർ നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമാണ്. റെഡി അല്ലേ? യെസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിയ മിത്ര അല്ലേ, എന്താണ് പ്രിയ സുഹൃത്തെ അല്ലേ. അപ്പൊ നമുക്ക് സുഹൃത്തിന് വേണ്ടി ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്നുള്ളതാ ഇനി മാഷ് പറയുന്ന. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. തും കൈസേ ഹോ അല്ലേ, എന്താണ് മക്കൾ അങ്ങനെ പറഞ്ഞാൽ സുഖമാണോ അല്ലേ, നീ സുഖമായിരിക്കുന്നോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ലെറ്ററും കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കാം. റെഡിയാണോ? റെഡി അല്ലേ മക്കളെ? ഇനി പറയുന്നു മേം യഹാം ടീക് ഹും അല്ലേ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, എനിക്കിവിടെ സുഖമാണ്, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് എന്ത് ചെയ്യാം, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഏത് ലെറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താൻ കഴിയുന്നതാ. ഓക്കെ ആണോ? ഇനി പറയാ മേം യഹ് പത്രേ ഏക് ഖാസ് ബാത് ബതാനെ കെ ലിയേ ലിഖാ രഹാ ഹും അല്ലേ, എന്താണ് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കത്ത് എഴുതുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഇനി എന്ത് പറയും എൻ്റെ മക്കൾ, കുച്ച് ദിൻ പെഹ്ലേ, എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ട് മാഷ് ഇവിടെ ഡാഷ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കോണ്ടന്റ് ആയിട്ട് എന്താണോ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോണ്ടന്റ് ആയിട്ട് ഇവിടെ എഴുതുന്നു അല്ലേ. പുറത്തുനിന്ന് ഒന്നും നമ്മൾ പോകുന്നില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലെറ്റർ നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ പഠിച്ചു വെക്കുന്നു. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കുച്ച് ദിൻ പെഹ്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ മാഷ് തന്ന ഈ ഡാഷിന്റെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണോ നമ്മുടെ സബ്ജക്റ്റ്, എന്താണോ വിഷയം, എന്താണോ നമ്മുടെ ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് കോണ്ടന്റ് മാത്രം ഇവിടെ എഴുതുന്നു. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഉള്ളടക്കം എന്താണോ ആ സംഭവം അത് നമ്മൾ എഴുതുന്നു. ഇനി അവസാനമായിട്ടോ സബ്കോ മേരാ പ്യാർ കഹ് ദേനാ, എന്റെ സ്നേഹം എന്ത് ചെയ്യൂ, എല്ലാവരോടും എന്ത് ചെയ്യൂ, പറയൂ എന്ന് പറയുന്നു. അതിനുശേഷം ജവാബി പത്രയ്ക്ക് പ്രതീക്ഷ കർ രഹാ ഹും അല്ലേ, മറുപടി കത്തിനായി ഞാൻ എന്ത് ചെയ്യുന്നു, കാത്തിരിക്കുന്നു. ഈ അവസാനം ഈ മാഷ് പറഞ്ഞതും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാ കത്തിലും എഴുതാം. ഇവിടെ എൻ്റെ മക്കൾ പുതുതായി കൊണ്ടുവന്നത് എന്താണോ വിഷയം, എന്താണോ കണ്ടന്റ് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ചോദ്യ പേപ്പറിൽ നിന്നും എടുക്കുന്നു. ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു കത്തിന് വേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കത്തിനുള്ള മുഴുവൻ മാർക്കും ലെറ്ററിനുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാം. അവസാനമായിട്ട് ലേ സേവാ മേം എന്ന് പറഞ്ഞ് പേരും അതേപോലെ അഡ്രസ്സും ലേ പത്താ ഓർ സേവ ലേ സേവ നാം ഓർ പത്ത നെയ്മും അഡ്രസ്സും പിന്നെ അവസാനമായി തുമാരാ മിത്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പേരും നൽകുന്നു. ഇത്തരത്തിൽ എൻ്റെ മക്കൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, ഒരു ലെറ്റർ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യൂ, എക്കാലത്തും നിങ്ങൾ ഓർത്തു വെക്കണം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കത്തിന്റെ മുഴുവൻ മാർക്കും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നേടാൻ കഴിയും. എളുപ്പമായിട്ട് വളരെ പ്രയാസമൊന്നുമില്ലാതെ ലെറ്റർ എഴുതാൻ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിട്ട് ഇതിലുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു. വരുന്ന പരീക്ഷയിൽ മുഴുവൻ മാർക്കും എൻ്റെ മക്കൾ നേടുന്നു. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ സെറ്റ് ആക്കില്ലേ മക്കളെ? റെഡി അല്ലേ മക്കളെ? യെസ് അച്ഛാ ബച്ചോ. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ മക്കളെ? യെസ്, ലൈക്ക് ചെയ്യൂ. ഓക്കെ അല്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കൂ. എല്ലാവർക്കും 4 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ കഴിയട്ടെ. യെസ്, ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.